ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നാളെ നിങ്ങളുടെ SSLCക്കാരുടെ ഹിന്ദി എക്സാമാണ്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് ടിപ്സ് എന്തെങ്കിലുമായിട്ട് വരാമെന്ന് വിചാരിച്ചു. ആൻഡ് എങ്ങനെയൊക്കെയാണ് ഹിന്ദി പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നത് ആൻഡ് കുറേ പേരൊക്കെ അഡീഷണൽ ക്വസ്റ്റ്യൻ്റെ മാർക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ ഡൗട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനും ആൻഡ് ഹിന്ദിയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഞാൻ ലാസ്റ്റ് മിനിറ്റും ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് നോക്കിയ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ആൻഡ് പട്കഥ വരുന്ന പോർഷൻസ് ഏതൊക്കെയാണ് എന്നൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഹിന്ദി എന്ന് പറയുന്നത് എല്ലാവർക്കും ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും ചില ആൾക്കാർക്കൊക്കെ ഹിന്ദി അങ്ങോട്ട് സെൻറ്റൻസ് മേക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നല്ലപോലെ അപ്പം നിങ്ങൾക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് ഉള്ള ഒരാളാണെങ്കിൽ കുറച്ചൊക്കെ കീ പോയിൻറ്റ്സ്, ഓരോ ചാപ്റ്ററിൻ്റെയും കീ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പറ്റുന്നത് ഫുൾ എഴുതാൻ ശ്രമിക്കണം. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ എഴുതാൻ ശ്രമിക്കണം. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അറിയാത്ത ക്വസ്റ്റ്യനും നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അതും കൂടെ എഴുതി വെക്കുക. ആൻഡ് നമ്മൾ എപ്പോഴും ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ ലാസ്റ്റ് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് എക്സ്ട്രാ എന്നും പറഞ്ഞ് ഞാൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ഞാൻ മണ്ടയ്ക്കൊരു ഹെഡിങ് കൊടുത്തിട്ടാണ് ഞാൻ എഴുതിയത്. ആൻഡ് നിങ്ങൾക്കും അങ്ങനെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം എൻ്റെ ടീച്ചറാണ് നീ പറഞ്ഞു തന്നത്. പക്ഷേ ടീച്ചർമാരിങ്ങനെ നോക്കി വരുമ്പം 2 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻ എഴുതണം എന്ന് വെക്കാം. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്കിൻ്റെ സെക്ഷനിൽ 8 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ആൻഡ് ബാക്കിയുള്ള 3 ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്ട്രാ ആണ്, നമുക്ക് എന്നാലും അറിയാം. അപ്പോൾ 5ൻ്റെ കൂടെ 8 കൂടെ എഴുതി വെച്ചാൽ ടീച്ചർമാർക്ക് ഏതാണ് എക്സ്ട്രാ ക്വസ്റ്റ്യൻ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നല്ലപോലെ അറിയാവുന്നത് ആദ്യം എഴുതിയിട്ട് ബാക്കി അറിയാവുന്നത് ലാസ്റ്റ് എക്സ്ട്രാ ക്വസ്റ്റ്യൻ എന്നൊരു സെക്ഷൻ, ഒരു ഹെഡിങ് കൊടുത്തിട്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതണം. അങ്ങനെയാണ് എൻ്റെ ടീച്ചർ എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്കും അത് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് അഡീഷണൽ മാർക്ക് ആഡ് ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പം, ഇപ്പോൾ ഒരു സെക്ഷൻ 3 മാർക്കിൻ്റെ സെക്ഷനാണ്. ആ സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 ക്വസ്റ്റ്യൻസിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 3 എഴുതി, അത് കൂടാതെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യനും കൂടെ എഴുതി. അപ്പോൾ നമുക്ക് ഈ 3 എഴുതിയല്ലോ, ഈ 3 ഏതെങ്കിലും ഒരെണ്ണത്തിന് 2 മാർക്കേ കിട്ടിയുള്ളെങ്കിൽ നമ്മൾ എക്സ്ട്രാ എഴുതിയ ആ സെക്ഷനിൽ തന്നെ എക്സ്ട്രാ എഴുതിയ അതിൻ്റെ മാർക്കാണ്. അതിന് 3 മാർക്കും ഉണ്ടെങ്കിൽ ആ മാർക്കാണ് കൺസിഡർ ചെയ്യുക. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. 5 ക്വസ്റ്റ്യനിൽ 4 എഴുതിയാൽ മതി. അതിലൊന്ന് എക്സ്ട്രാ ആണ്. ആ എക്സ്ട്രാ ക്വസ്റ്റ്യൻ നമുക്കറിയാം. അത് നമ്മൾ ആ എക്സ്ട്രാ ക്വസ്റ്റ്യനും എഴുതി. അപ്പോൾ നമ്മൾ ഈ 4 ആദ്യം എഴുതിയല്ലോ, ഈ 4 ഏതെങ്കിലും ഒരെണ്ണത്തിന് 1 മാർക്കോ 2 മാർക്കോ എന്തെങ്കിലും കുറവാണ് എങ്കിൽ ആൻഡ് നമ്മൾ എക്സ്ട്രാ എഴുതിയ ആ ഒരു ആൻസറിൽ ആ ഫുൾ മാർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ എക്സ്ട്രാ എഴുതിയ ആൻസറിൻ്റെ മാർക്കായിരിക്കും ആഡ് ചെയ്യുക. എന്ന് വെച്ചാൽ ബെസ്റ്റ് ആൻസർ ആയിരിക്കും ചൂസ് ചെയ്യുക, മാർക്ക് ആഡ് ചെയ്യുക. അങ്ങനെയാണ് അഡീഷണൽ മാർക്ക് ആഡ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് ആൻസർ ഷീറ്റ് എഴുതുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി എൻ്റെ SSLCയുടെ ഹിന്ദി പബ്ലിക് എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുകൂടി കയറി കാണാം. ആൻഡ് ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പഠിച്ചത്, എനിക്ക് കുറച്ച് ഹിന്ദി വീക്കായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ 10th. അപ്പോൾ ഞാൻ അതിൽ കുറേയൊക്കെ എനിക്ക് ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് കുറവായിരുന്നു, ഹിന്ദിക്ക് A+ ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ കാണാതെ പഠിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ എഴുതി പഠിക്കാൻ തുടങ്ങിയത്. എനിക്കാണെങ്കിൽ ഹിന്ദി പഠിക്കാൻ നല്ല സമയം വേണ്ട ഒരാളാണ് ഞാൻ. അപ്പം ഞാനാണെങ്കിൽ ഇരുന്ന് എഴുതി പഠിച്ച്, നമ്മൾ ഒരു സെൻറ്റൻസ് തന്നെ ഒരു 3-4 വട്ടം ഇങ്ങനെ പറഞ്ഞ് എഴുതി പഠിച്ച് അങ്ങനെയാണ് ഞാൻ ഹിന്ദി പഠിച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ടൈം ഉണ്ടോ ചോദിച്ചാൽ ടൈമുണ്ട്. നിങ്ങൾ ഉള്ള ടൈം അത്രയും നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. ആൻഡ് എല്ലാ കവിതയുടെയും ആശയം നല്ലപോലെ പഠിക്കുക. അല്ലാതെ പ്രഡിക്ഷൻ നോക്കിയിരിക്കരുത്. നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് സംഭവിച്ചത്. എല്ലാവരും പോയട്രി വരില്ല എന്ന് പറഞ്ഞിട്ട് പോയട്രിയാണ് വന്നത്.
അപ്പോൾ എല്ലാ കവിതയുടെയും ആശയം പഠിക്കുക. ആൻഡ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളൊരു കവിതയുടെ ഫുൾ എഴുതാൻ പറയില്ലല്ലോ, ചിലപ്പോൾ പറയുമായിരിക്കും. ആൻഡ് ഒരു 4 വരി 6 ലൈൻസ് ഒക്കെ തന്നിട്ട് അതിൻ്റെ ആശയം എഴുതാൻ പറയുമ്പോൾ കവിതയുടെ ഫുൾ ആശയം എഴുതണം എന്നില്ല, അവിടെ തന്നിരിക്കുന്ന ആ ലൈൻസിൻ്റെ ആശയം എഴുതിയാൽ മതി. ആൻഡ് നിങ്ങൾക്ക് ടൈം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആശയം എഴുതാം, ടൈം ഉണ്ടെങ്കിൽ. അല്ലാതെ നമ്മൾ ഈ ലൈൻസിൻ്റെ ആശയം എഴുതിയാൽ തന്നെ നമുക്കതിന് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ ഒരാൾ ചോദിച്ചിരുന്നതാണ് ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാരണം. ആൻഡ് ഇവിടെ പട്കഥയുടെ ഇതെന്ന് പറയുമ്പം ഒന്നാമത്തത് ബീർ ബഹൂട്ടി ചാപ്റ്ററിലെ സാഹിലും ബേലയും രാവിലെ ബീർ ബഹൂട്ടിയെ നോക്കുന്നത്, അതാണ് ഒന്നാമത്തെ പട്കഥ. രണ്ടാമത്തെ പട്കഥ എന്ന് പറയുമ്പോൾ ബേലയും ബേലയും സാഹിലും. രണ്ടാമത്തെ പട്കഥ ബേലയും സാഹിലും പേനയിൽ ഇങ്ക് നിറയ്ക്കാൻ വേണ്ടി കടയിൽ പോകുമ്പം അവിടുത്തെ ദുക്കാൻദാറുമായിട്ടുള്ള ഒരു കോൺവേഴ്സേഷൻ. മൂന്നാമത്തെ പട്കഥ സുരേന്ദർജി അതുപോലെ ബേലയുടെ മുടിയിൽ പിടിച്ച് വലിച്ചെറിയുമ്പോൾ അപ്പോഴുള്ള ബേലയും സുരേന്ദർജിയായിട്ടുള്ള ഒരു കോൺവേഴ്സേഷൻ വരുന്ന പട്കഥ. ആൻഡ് നാലാമത്തെ പട്കഥ ദീപാവലിയുടെ വെക്കേഷന് ശേഷം ബേല തലയിൽ മുറിവുമായിട്ട് വരുമ്പോൾ എന്ത് പറ്റി എന്നൊക്കെ ഉള്ള ബേലയും സാഹിലും തമ്മിലുള്ള ഒരു കോൺവേഴ്സേഷൻ വരുന്ന പട്കഥ. അഞ്ചാമത്തെ പട്കഥ എന്ന് പറയുമ്പം സ്കൂള് അടയ്ക്കാൻ നേരം ലാസ്റ്റ് റിസൾട്ട് വരുന്ന ദിവസം ഇവർ രണ്ടുപേരും കൂടെ കാണുമല്ലോ. ആൻഡ് ഞാൻ ഇന്ന സ്കൂളിലാണ് പോകുന്നത്, അപ്പം സാഹിൽ പറയുമല്ലോ ഞാനിവിടെ അല്ല, അങ്ങ് വേറെ സ്ഥലത്താണ് പോകുന്നത്, ആ ഒരു കോൺവേഴ്സേഷൻ പട്കഥ. അങ്ങനെ 5 പട്കഥയാണ് ഈ ചാപ്റ്ററിൽ നിന്നാണ് എൻ്റെ ടീച്ചർ എന്നോട് പറഞ്ഞത്. ആൻഡ് പിന്നെ ഒരു ഡയറി ഉണ്ട്. ഡയറി എന്ന് പറയുമ്പോൾ ബേല സുരേന്ദർജി വഴക്ക് പറഞ്ഞ് ആ ഒരു ദിവസത്തെ ബേലയുടെ ഒരു ഡയറി, അങ്ങനത്തെ ഒരു ഡയറി വരാൻ സാധ്യത ഉണ്ടെന്നാണ് എന്നോട് ടീച്ചർ പറഞ്ഞിരുന്നത്. എനിക്കെല്ലാം അറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പഠിച്ചില്ലെങ്കിലും ഒന്ന് വായിച്ച് വെക്കുക. ആൻഡ് പിന്നെ അയാം കലാം എന്നുള്ള ചാപ്റ്ററിൽ ഒരു ഡയറി ഉണ്ട്. എന്ന് പറയുമ്പോൾ ഫിലിം കെ അന്ത് മേ ചോട്ടു കലാം കാ സപ്ന സാകാർ ഹോത്താ ഹൈ. കലാമിൻ്റെ സ്വപ്നം നമ്മുടെ ആ ഒരു സിനിമയുടെ എൻഡിൽ നടക്കുന്നുണ്ട്. അപ്പം സ്വന്തമായിട്ടുള്ള അപ്പനി സഫൽതാക്കി ബാത്ത് അപ്പനി ഡയറിമേ ലിഖ്താ ഹൈ. അദ്ദേഹത്തിന് നേടിയെടുത്ത അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെ പറ്റിയുള്ളൊരു ഡയറി അദ്ദേഹം എഴുതുന്നുണ്ട്. ആ ഡയറി സംഭാവന ചെയ്ത് എഴുതാനാണ് ഒരു ഡയറി. ഇതിൽ എനിക്ക് നോട്ട് എൻ്റെ സ്കൂളിലെ നോട്ടാണ്, അപ്പോൾ അതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ബൈഹേർട്ട് ചെയ്തിരുന്നു. കാരണം ഞാൻ സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പോൾ ഗ്രാമർ നല്ല മിസ്റ്റേക്ക് വരാറുണ്ടായിരുന്നു. ആൻഡ് ഗ്രാമർ SSLCയിൽ ഒരു പ്രോബ്ലമേ അല്ല. ഗ്രാമർ അധികം അവർ നോക്കില്ല, അധികം മാർക്ക് കുറയ്ക്കില്ല. ആകെ ഗ്രാമർ വരുന്നത് ഏതാണെന്നറിയാമോ? 1 വേർഡ് വരുമല്ലോ, +നെ ഉസ്നെ, +ക ഉസ്ക, അങ്ങനെയുള്ളത്. അപ്പം ഇതാണ് ആകെ 1 മാർക്കിന് വരുന്നതാണ്. ഇതും പിന്നെ നമ്മുടെ വേർഡ് പിരമിഡുമാണ് ആകെ ഗ്രാമറായിട്ട് വരുന്നത്. ഡിസ്കോഴ്സസിലെ ഗ്രാമറൊന്നും അധികം നോക്കില്ല. പിന്നെ മേമിന് ഞാനെന്നുള്ളതിന് 2 ഇതും അല്ലാത്തതിന് 1 ഇതും, അത് ശ്രദ്ധിക്കണം എന്ന് എൻ്റെ ടീച്ചറും പറഞ്ഞിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ആൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ടെലഗ്രാമിലോ വാട്സപ്പ് ചാനലിലോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഇനിയും ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇതുവരെയും പഠിച്ചിട്ടില്ലെങ്കിൽ ഇനിയുള്ള സമയമെങ്കിലും നല്ല പോലെ എല്ലാ ചാപ്റ്ററും വായിക്കാൻ ഇനി സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. എല്ലാ ചാപ്റ്ററിൻ്റെയും കൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ എല്ലാ ചാപ്റ്ററും എഴുതിയത് ആരാണ്, ആൻഡ് ഏത് ടൈപ്പ് ഓഫ് ചാപ്റ്ററാണ്, കവിതയാണോ കഥയാണോ ലഘുകഥയാണോ, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ആൻഡ് അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നാളത്തെ പരീക്ഷ സിമ്പിളായിരിക്കട്ടെ. അപ്പോൾ എൻ്റെ വക ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് നാളത്തെ എക്സാം കഴിഞ്ഞ് വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക് യു.